നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ നമ്മൾ ശൃംഗാരമണ്ഡലത്തിന്റെ രഹസ്യങ്ങള്, ചരിത്രങ്ങള് നമ്മൾ പറഞ്ഞു. ഇനി രാധാറാണിയും ഭഗവാനും തമ്മിലുള്ള സംവാദമാണ്. രാധാറാണി പറയുകയാണ് ഭഗവാനോട്, എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം അങ്ങേ അറിയിക്കട്ടെ, അവിടുന്ന് അത് സഫലമാക്കി തരണം. തികഞ്ഞ സന്തോഷത്തോടെ തന്നെ എന്തു വേണമെങ്കിലും ആവശ്യപ്പെട്ടുകൊള്ളുവാൻ ഭഗവാൻ രാധയ്ക്ക് സമ്മതം നൽകി. രാധാറാണി തുടർന്നു, വൃന്ദാവനത്തിൽ കൃഷ്ണാ നദീതടത്തിൽ രാസകേളികൾക്കായി രഹസ്യമായ ഒരു സ്ഥലം ഉണ്ടാക്കിത്തരണം. ആകട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞു. എന്നിട്ട് തന്റെ ഹൃദയഭാഗത്തേക്കൊന്ന് നോക്കി. അപ്പോൾ രാധയും ഗോപികമാരും നോക്കി നിൽക്കെ ശ്രീകൃഷ്ണ ഹൃദയത്തിൽ നിന്നും അനുരാങ്കുരം പോലെ ഒരു തേജസ് ഉത്ഭവിച്ചു. അതവിടെ പതിച്ച് നിമിഷാർത്ഥം കൊണ്ട് വളർന്ന് ഒരു പർവ്വതമായി തീർന്നു. രത്നങ്ങളും ധാതുക്കളും നീർച്ചോലകളും ഗുഹകളും വൃക്ഷജാലങ്ങളും നിറഞ്ഞ് ലക്ഷയോജന വീതിയും 100 കോടി യോജന നീളവും ഉണ്ടായി വന്നു. 50 കോടി യോജന ഉയരത്തിൽ വലിയ ഒരു ആനയുടെ രൂപത്തിൽ ആ പർവ്വതം നിലകൊണ്ടു. അനേകം യോജനകൾ ഉയരമുള്ള ശൃംഖങ്ങൾ ആ പർവ്വതത്തിൽ ഉണ്ടായി. ഈ ഗിരിവയ്യന് ഗോവർദ്ധനം എന്ന് പേരിട്ടു. ആ പർവ്വതം പിന്നെയും വളരുന്നത് കണ്ട ഗോലോകവാസികൾ ഭയപ്പെട്ടു. ഭഗവാൻ എഴുന്നേറ്റ് അതിന്റെ മൂർധാവിൽ ഒരടി കൊടുത്തു. ഗിരിയുടെ വളർച്ച നിന്നു. അത് ശാന്തതയെ പ്രാപിച്ചു. ഈ ഗോവർദ്ധന പർവ്വതം സർവതീർത്ഥമായി ശ്രീകൃഷ്ണപ്രിയനായി ദേവപ്രീതി സമ്പാദിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. ഭാരതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ശാൽമലി ദ്വീപിൽ ദ്രോണചലപത്നിയിൽ ഗോവർദ്ധനം പിറവിയെടുത്തു. പുലസ്ത്യ മഹർഷി അത് ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന് ബ്രജമണ്ഡലത്തിൽ സ്ഥാപിച്ച കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഗോവർദ്ധനം ഇങ്ങനെ നിരങ്കുശമായി വളർന്നാൽ ഭൂമിക്ക് താങ്ങാനാവാതെ ഭാരമാകുമെന്ന് കരുതി ഭഗവാന്റെ ഇച്ഛയാൽ പുലസ്ത്യ മഹർഷിയെ കൊണ്ട് അങ്ങനെ ഒരു ശാപം പൊടിപ്പിച്ചതാണ്. ഇനി ഗോവർദ്ധന മഹാത്മ്യം വെളിവാക്കുന്ന ചെറിയൊരു കഥ കൂടി ഞാൻ പറയാം. അതിന്റെ ശ്രവണം തന്നെ പുണ്യപ്രദമാണ്. ഗോമതീ തീരത്ത് വസിച്ചിരുന്ന വിജയൻ എന്ന ഒരു ബ്രാഹ്മണൻ പിതൃക്കടം വീട്ടാനായി ഒരു നാൾ മധുരയിലെത്തി. ക്രിയാദികൾ സമാപിച്ചതിന് ശേഷം മടങ്ങുന്ന വഴിക്ക് ഗോവർദ്ധനത്തിന്റെ താഴ്വരയിൽ എത്തിയപ്പോൾ അവിടെ കണ്ട ഒരു ശിലാഖണ്ഡം കയ്യിലെടുത്തു. അങ്ങനെ നടന്നു നിബിഡമായ വനത്തിനുള്ളിലെത്തി. അപ്പോൾ ഘോരരൂപിയായ ഒരു രാക്ഷസൻ തനിക്കെതിരെ വരുന്നത് ബ്രാഹ്മണൻ കണ്ടു. മാറത്താണ് അവന്റെ മുഖം. 3 കാലുകളും 6 കൈകളും ഉയർന്ന മൂക്കുമുള്ള ഒരു അതികായനായിരുന്നു അവൻ. 7 മുഴം നീളത്തിൽ നാവ് പുറത്തേക്ക് നീട്ടി ഗുഹ പോലെയുള്ള വായും പിളർന്ന് ദ്രംഷ്ടകൾ വെളിയിൽ കാണിച്ചുകൊണ്ട് അട്ടഹാസത്തോടെ അവൻ പാഞ്ഞെടുത്തു. ആ രാക്ഷസനെ മുന്നിൽ കണ്ട് ഭയഭീതനായ ബ്രാഹ്മണൻ ഓടാൻ ശക്തിയില്ലാതെ അവിടെ തന്നെ സ്തംഭിച്ചു നിന്നു. വിശപ്പ് കൊണ്ട് ഖരഖര ശബ്ദം പുറപ്പെടുവിച്ചു തന്നെ തിന്നാനെടുത്ത രാക്ഷസന്റെ മൂക്കിന് ബ്രാഹ്മണൻ ഗോവർദ്ധന ശിലാഖണ്ഡം കൊണ്ട് ഒരു ഇടി കൊടുത്തു. ആ കല്ല് ദേഹത്തെ സ്പർശിച്ച ഉടനെ തന്നെ ആ സത്വം തന്റെ രാക്ഷസരൂപം വെടിഞ്ഞു. സുന്ദരമായ ദേഹത്തോടെ മഞ്ഞപ്പട്ട്, വനമാല, കീഴ, ഉണ്ടലാദികൾ എന്നിവയോടെ ബ്രാഹ്മണന്റെ മുമ്പിൽ വന്നു. കയ്യിൽ ചൂഴലും ഓടക്കുഴലുമായി കാമനെപ്പോലെ കോമളനായിത്തീർന്ന അവൻ അതീവ ഭക്തിയോടെ ബ്രാഹ്മണനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, അങ്ങ് എന്നെ രാക്ഷസനിൽ നിന്ന് രക്ഷിച്ചു. പരത്രാണപരായണനായ അങ്ങ് ധന്യനാണ്. അങ്ങൊഴികെ ആരും ഇതേവരെ എന്റെ രക്ഷയ്ക്കെത്തിയില്ല. അങ്ങ് പാഷാണ സ്പർശനത്താൽ എന്നെ മുക്തനാക്കി തീർത്തു. ബ്രാഹ്മണൻ പറഞ്ഞു, ഇത് വളരെ ആശ്ചര്യകരമായി തീരിക്കുന്നു. ഈ ശിലാഖണ്ഡത്തെക്കുറിച്ച് എനിക്കൊന്നും തന്നെ അറിവില്ല. വഴിയിൽ കിടക്കുന്നത് കണ്ട് ഞാൻ അത് എടുത്തു വന്നേയുള്ളൂ. ഗോവർദ്ധന തടത്തിൽ നിന്നാണ് ഈ കല്ല് എടുത്ത് കയ്യിൽ വച്ചത്. ഭീകരമായിരുന്ന അങ്ങയുടെ സ്വരൂപം എന്നെ ആക്രമിച്ചപ്പോൾ ഞാൻ ഭയപ്പെട്ട് ഈ കല്ലുകൊണ്ട് ഇടിച്ചതാണ്. ഇങ്ങനെയൊക്കെ വന്ന് സംഭവിച്ചത് ആശ്ചര്യകരമായിരിക്കുന്നു. ഇത് കേട്ട സിദ്ധൻ പറഞ്ഞു, ഗോവർദ്ധനഗിരി സാക്ഷാത് ഭഗവാൻ തന്നെയാണ്. അതിന്റെ ദർശന മാത്രയിൽ തന്നെ മനുഷ്യൻ കൃതാർത്ഥമായി ഭവിക്കുന്നു. ഗന്ധമാദനയാത്രയുടെ കോടി ഗുണിത ഫലമാണ് ഗോവർദ്ധന ദർശനത്തിൻ്റെത്. കേദാരത്തിൽ 5000 വർഷം തപസ് ചെയ്തതിന്റെ ഫലം ലഭിക്കാൻ ഗോവർദ്ധനഗിരിയുടെ ദർശനം മാത്രം മതി. മലയാദ്രിയിൽ ഒരു ഭാരം സ്വർണം ദാനം ചെയ്താലുണ്ടാകുന്ന പുണ്യഫലം നേടാൻ 1 മാസത്തെ ഗിരിരാജസേവനം മതിയാകും. ഇഷഭാദ്രി, കൂടകാദ്രി, കോലകാദ്രി മുതലായ പുണ്യസ്ഥലങ്ങളുടെ ദർശനത്തെക്കാളും
ഓടി പുണ്യദാനത്തെക്കാളും വിപ്രപൂജയെക്കാളും 1,00,000 മടങ്ങ് പുണ്യസഞ്ചയം ആർജിക്കാൻ ഗിരിരാജ ദർശനം ഒന്ന് മാത്രം മതിയാകും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ